എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. സിനിമ കാണുമ്പോഴും ഫുട്ബോൾ കാണുമ്പോഴും ഇതൊരു പെർഫെക്റ്റ് സ്നാക്കാണ്. വേൾഡ് കപ്പിൽ ഫുള്ള് ഈ ഫാമിലി ഞങ്ങൾ എല്ലാവരും ഇത് കഴിക്കുമായിരുന്നു. ഞാൻ കുറെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടും നോക്ക്. പിള്ളേർക്കെല്ലാം ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് പോവാം. ഞാൻ ഈ ചിക്കൻ ഇച്ചിരി നേരത്തെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചായിരുന്നേ. പക്ഷെ ഭയങ്കര സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആ മാരിനേറ്റ് പഠിച്ചു തരാം. ഒരു ഇച്ചിരി മുളക് പൊടി ഒരു ബോൺലെസ് ചിക്കൻ പീസിലേക്ക് ഇടുക. കശ്മീരി മുളക് പൊടി ഇടണം കേട്ടോ, നല്ല കളറും വരും, ടേസ്റ്റും കൂടും. ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇടണം. മഞ്ഞൾ പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, കളറും ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും ടു ടേസ്റ്റ്. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലിന്റെ കൂടെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ പറ്റുവാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കുക. പറ്റത്തില്ലെങ്കിൽ വെച്ചില്ലേലും കുഴപ്പമില്ല, നേരെ വറക്കാൻ പോകാം. അപ്പൊ നമുക്കിനി വറക്കാം. ഓക്കെ, നമ്മൾ വറക്കാൻ പോകുമ്പോൾ ഈ റെസിപ്പിക്ക് ഇച്ചിരി ഓയിൽ ഒരു 2 സ്പ്രേ വല്ലോ അടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാരിനേറ്റിനകത്തുള്ള ഒരു ഇച്ചിരി എണ്ണേന്റെ കൂടെ ഈ ചിക്കൻ വരുവാണെങ്കിൽ എക്സ്ട്രാ ഫ്ലേവറും കൂടെ കിട്ടുക. ഈ ചിക്കൻ ഒരു ഇച്ചിരി നേരം കുക്ക് ചെയ്യാൻ വെക്കുക. ഒത്തിരി ഫ്രൈ ആകണ്ട, ഒരു ലൈറ്റ് കളർ വരുന്നിടം വരെ അത് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്ക് മറിക്കുകയും ഇടയ്ക്ക് തിരിക്കുകയും ചെയ്യണം. കാരണം ഇല്ലേ, അപ്പോഴാണ് ആ ചിക്കൻ ഓൾ ദ വേ ത്രൂ കുക്കായി വരുന്നത്. നമുക്കൊരു ലൈറ്റ് കുക്ക് മതി. ഈ ഔട്ടർ ലെയർ ഒത്തിരി ക്രിസ്പി ആയിട്ടും വേണ്ട, കാരണം നമ്മൾ ലേറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് കുക്കായിട്ട് വരുമ്പോ ഇത് ചിക്കൻ്റെ അകം ജസ്റ്റ് വൈറ്റ് ആയിട്ട് വരുമ്പോ ഇച്ചിരി ബോയിൽ ചെയ്ത വാട്ടർ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കും. ഇപ്പൊ നമുക്ക് തോന്നും ഫ്ലേവർ എല്ലാം ഊരിപ്പോന്ന്. പ്ലീസ് അത് പറഞ്ഞ് വെള്ളം മാറ്റരുത്. ഈ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിൽ പിടിച്ചിട്ട് ഏറ്റവും അവസാനം ചിക്കനിലേക്ക് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഏറ്റവും ഫ്ലേവർഫുൾ ആയിട്ട് നാച്ചോസിൽ പിടിക്കും. ഇതൊരു ഹൈ ഫ്ലെയിം ആണ് കേട്ടോ. ഈ വെള്ളം ബബിൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് ഈ ചിക്കൻ നന്നായിട്ട് എക്സ്ട്രാ കുക്കായിട്ട് വരും. ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇച്ചിരി നേരം കഴിയുമ്പോൾ നമ്മൾ ഇത് ഫോർക്ക് വെച്ച് പുള്ളിയാണല്ലോ, അപ്പൊ അതിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും ബെസ്റ്റ്. ഈ സമയത്ത് നമുക്ക് ചീസ് സോസ് ഉണ്ടാക്കാം. ഇനി ചീസ് സോസിന് വേണ്ടി ഒരു 5 ചീസ് ഷീറ്റ് ഇടുക. ഇതിന്റെ ലാസ്റ്റ് ഒന്നാണ്. പിന്നെ ഒരു ഇച്ചിരി ആ ചീസിന്റെ ഒരു ഹാഫ് വേ എത്തുന്നിടം വരെ പാലും കൂടെ ഒഴിക്കുക. ഇനി നിങ്ങൾ ഇതൊരു ഹൈ ഹീറ്റിലിട്ട് സിമർ ചെയ്യുക. ഇനി ആകാറാകുമ്പോൾ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടാൽ ഇത് നല്ല ഫ്ലേവർ വരും. ഈ ചീസാണ് ആദ്യം മെൽറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കേർഡിൽ ചെയ്യാതെ കോൺസ്റ്റന്റ്ലി മിക്സ് ചെയ്തോണ്ടിരിക്കണം. ചിക്കൻ ഇപ്പൊ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബൈ ദ മിനിറ്റ്. അപ്പൊ നമ്മൾ ഇതാകുമ്പോഴത്തേക്കും അതും കൂടെ ആകും. ഇന്നലെ സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ചിക്കൻ പതുക്കെ ഈ വെള്ളത്തിനകത്ത് തന്നെ വെച്ച് 2 ഫോർക്കുകൾ കൊണ്ട് ഇങ്ങനെ പുള്ളപ്പ് ഔട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ നാച്ചോസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു പുൾഡ് എഫക്ട് വരുന്നത്. അപ്പൊ എല്ലാവർക്കും കൂടെ വിതറാനും സ്ഥലമുണ്ട്. ഇന്ന് നമ്മുടെ ബേസ് ആയിട്ട് ഡൊറിറ്റോസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡൊറിറ്റോസിന് 3 ഫ്ലേവേഴ്സ് ഉണ്ട്. 2 എണ്ണ നാച്ചോസ് യൂസ് ചെയ്യാത്തുള്ളൂ. ഒന്നെങ്കിൽ ഈ ചില്ലി ഹീറ്റ് വേവ് റെഡ് ആണ്, ഇതാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. അല്ലെങ്കിൽ കൂൾ ഒറിജിനൽ ആ ബ്ലൂ ഫ്ലേവർ. ഓറഞ്ച് വന്നാൽ രണ്ടും കൂടെ ചീസിന്റെ ഫ്ലേവർ വരുമ്പോൾ ഇച്ചിരി കൂടുതൽ ചീസിനെസ് വരും. ഇതാകുമ്പോൾ ഇച്ചിരി സ്പൈസിനെസ്സും കൂടെ ഉണ്ട്. അപ്പൊ നമ്മളൊരു ഷീറ്റ് പാനിലേക്ക് ഓയിൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഡൊറിറ്റോസ് ഇട്ട് കൊടുക്കാം. ഇത് ഈവൻലി നമ്മുടെ കൈ വെച്ച് ഒന്ന് ഡീക്ലട്ടർ ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഭാഗങ്ങൾ ഫുള്ള് ഒരു ലെയറിംഗ് പ്രോസസ് ആണ്. ഇപ്പൊ നമ്മള് ഒരു റൗണ്ട് തവി എടുക്കണം, നമ്മുടെ ദോശേന്റെ ഒക്കെ, കാരണം ഇത് നല്ല ലിക്വിഡി സോസ് ആണല്ലോ. ഇനി ആദ്യം ഒരു ലെയർ ചീസ് സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നല്ല സാധാരണ പോലെ സിഗ്സാഗ് ഡ്രിസിൽ ചെയ്താൽ മതിയെ. പക്ഷെ ഒത്തിരി തന്നെ ഒറ്റയ്ക്ക് ബേസ് ലെയറിൽ ഇടല്ല, അല്ലെങ്കിൽ സോഗിനെസ് കൂടുതൽ. എന്നാലും എല്ലാ ബൈറ്റിലും ഒരു ഇച്ചിരി ചീസ് ഉള്ള പോലെ ഇട്ടു കൊടുക്കാം. അടുത്തത് നമ്മൾ നമ്മുടെ ചിക്കൻ ആണ് ഇടാൻ പോകുന്നത്. നല്ല ഷ്രെഡഡ് ആയിട്ട് വന്നതുണ്ടാവും. ഇത് നന്നായിട്ട് ഈവൻ ആയിട്ട് ഇടണേ. ആ ചിക്കന് മേളിൽ കൂടെ ഒരു തിൻ സിഗ്സാഗ് ചീസ് മതി. പ്രാവശ്യം ഒരെണ്ണം മാത്രം. ഇനി ഇതിന്റെ എല്ലാത്തിനും മേളിൽ കൂടെ നമ്മൾ ഈ ഗ്രീൻ ഹാലപ്പീഞ്ഞ പെപ്പേഴ്സ് ആണ്. ഇത് നമ്മൾ പിക്കിൾ ചെയ്ത ഹാലപ്പീഞ്ഞ പെപ്പേഴ്സ് ആണ്. അപ്പൊ ഇത് അസ്തയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതൊരു മെക്സിക്കൻ ട്രഡീഷൻ ആണ്. ഇത് ഇടുമ്പോൾ ഇതിന്റെ മേളിൽ കൂടെ സ്പൈസി ക്രഞ്ചിനെസ് കിട്ടും. കാരണം ഡൊറിറ്റോസ് ഒക്കെ നല്ല ഡ്രൈ ആണല്ലോ, അപ്പൊ നല്ല ക്രഞ്ച് കിട്ടാൻ ഈ ഹാലപ്പീഞ്ഞ പെപ്പേഴ്സ് പെർഫെക്റ്റ് അഡീഷൻ ആണ്. നന്നായിട്ട് വിതറി ഇടുക. as much വെള്ളം വരാതിരിക്കണം, കാരണം അപ്പൊ അല്ലെങ്കിൽ ചിപ്സ് ടു സോഗി ആയിപ്പോ. ഇനി ഇതിന്റെ മേളിൽ കൂടെ ഇച്ചിരി ഗാർലിക് മേയാണ്. ഞങ്ങൾ ഈ ഹെൽമെറ്റ്സിനാണ് ഉപയോഗിക്കുന്നത്. ഏത് ബ്രാൻഡ് ആണെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് സിഗ്സാഗ് ചെയ്ത് കൊടുക്കണം. സ്പൈസിനെസ്സിനെല്ലാം ഒരു നൈസ് കിക്ക് കൊടുക്കും.
എല്ലാത്തിനെയും മേളിൽ കൂടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു തുള്ളി നാച്ചോ ചീസും കൂടി ഇടുക. ഇതാ ഫ്ലേവർ ടോപ്പ് ഓഫ് ചെയ്യും. ഓക്കെ, നാച്ചോസ് റെഡി. നല്ല ഈസി റെസിപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കോമെന്റ്സിൽ പറയുക. Until next time, bye.